ഇതിനെതിരായിട്ടുള്ള സിനിമയാണ്. ഇതിനെതിരായിട്ടുള്ള സിനിമയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എങ്ങനെയൊക്കെ പോവാം, നെഗറ്റീവായിട്ട് പോവാമോ പോസിറ്റീവായിട്ടാണോ, അപ്പോൾ നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്, നല്ല രീതിയിൽ കൺവേ ചെയ്തിട്ടുമുണ്ട്. കോമഡി പഴയ ചളുപ്പ് കോമഡിയൊന്നുമില്ല, എന്നാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. തുടക്കത്തിലൊക്കെ നമുക്ക് ചെറിയ സ്കെപ്റ്റിക്കൽ ആവുമല്ലോ, അഭിനയിക്കുവാണോ, പിന്നെ ഇൻ്റർവെല്ലിനൊക്കെ ശേഷം നല്ല രസമായിട്ട് പോകുന്നുണ്ട്. അല്ല, പൊതുവേ എല്ലാവരും പറയുന്ന കണക്ക് ദിലീപിൻ്റെ പഴയ ഒരു ഇത് വന്നിട്ടുണ്ട്. ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കൊള്ളാം. റിയൽ ലൈഫിൽ അങ്ങനെ ഇതുവരെ ഒന്നും അങ്ങനെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ ഇത് സത്യമാണ്, സോഷ്യൽ മീഡിയ ഭയങ്കര ഇതാണ്, ഭയങ്കര പ്രശ്നമാണ്. ചോദിച്ചാൽ അത് നമുക്ക് അവസാനം നമ്മൾ കരഞ്ഞു. സാധാരണ ദിലീപിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും കരയാത്തതാണ്, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നന്നായിരുന്നു. കോമഡിയൊക്കെ ഉണ്ട്, പിന്നെ നല്ല പ്രശസ്തിയുള്ള കാര്യങ്ങളാണ്. കൊള്ളാം. കുഴപ്പമില്ല. ദിലീപ് കുഴപ്പമില്ല, അതേപോലെ തന്നെ. പഴയ ദിലീപിന്റെ പോലെയൊക്കെ ആയിരുന്നു. സിനിമയാണ്. ഇതിനെതിരായിട്ടുള്ള സിനിമയാണ്. ഇതിനെതിരായിട്ടുള്ള സിനിമയാണ്. നല്ല പടം. കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്. അടിപൊളി. കുഴപ്പമില്ലല്ലോ സിനിമ, കുഴപ്പമില്ല. വലിയ സാമൂഹ്യ അതിനുള്ള പടം. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കോമഡിയൊക്കെ പഴയ ചളുപ്പ് കോമഡിയൊന്നുമില്ല, എന്നാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജാണ്. ഇപ്പം അതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണ് ഇപ്പം. നല്ല പടം. കോമഡി ഉണ്ട്, നല്ല ഇഷ്ടപ്പെടുന്ന കോമഡിയായിരുന്നു. നല്ല ഇഷ്ടം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പുതിയ ഒരു ടൈപ്പ് ഫിലിം, ക്ലീഷ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര രസമാട്ടോ, എല്ലാവരും മസ്റ്റ് വാച്ചാണ് സാധനം. നല്ല മെസ്സേജ് തരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എങ്ങനെയൊക്കെ പോവാം, നെഗറ്റീവായിട്ട് പോവാമോ പോസിറ്റീവായിട്ടാണോ, അപ്പോൾ നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്, നല്ല രീതിയിൽ കൺവേ ചെയ്തിട്ടുമുണ്ട്. പഴയ ദിലീപിനെ ഒരു പരിധിവരെ കാണാൻ പറ്റിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ നമുക്ക് ചെറിയ സ്കെപ്റ്റിക്കൽ ആവുമല്ലോ, അഭിനയിക്കുവാണോ, പിന്നെ ഇൻ്റർവെല്ലിനൊക്കെ ശേഷം നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ സിനിമ, സൂപ്പർ, ഫുൾ കോമഡി. ലാസ്റ്റ് സീനാണ് ഫുൾ. കൊള്ളായിരുന്നു. മെസ്സേജ് അല്ല, പൊതുവേ എല്ലാവരും പറയുന്ന കണക്ക് ദിലീപിൻ്റെ പഴയ ഒരു ഇത് വന്നിട്ടുണ്ട്. ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കൊള്ളാം. നല്ല നന്നായിട്ടുണ്ട്. നല്ല പടമല്ല. അവസാനമായിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് ഒരു ചെറിയൊരു പാഠം കൂടിയുണ്ട്. ഒരു നല്ല സിനിമ. അതെ, യൂട്യൂബേർക്ക് നല്ലൊരു മെസ്സേജ്, നല്ല സൂപ്പറായിട്ടുണ്ട്. സ്പെഷ്യലി ഈ ഇത് പിടിച്ച് നടക്കുന്നവർക്ക് ദിലീപ് നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമ. അതെ, കിട്ടി. ഒരു മെസ്സേജ് ഉണ്ട്, എന്തായാലും ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല പടം. കോമഡി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല പടം. അത്യാവശ്യം കൊള്ളാം, എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. കോമഡി അത്ര ഹിറ്റായില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല എൻഗേജിങ് ആണ്. കഥ കൊള്ളായിരുന്നു. മെസ്സേജൊക്കെ അത്യാവശ്യം നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് അത്യാവശ്യം നന്നായിട്ട് തോന്നി കമ്പയർ ടു അതർ മൂവീസ്. കോമഡിയൊക്കെ അടിപൊളി. 150 ചിത്രം അടിപൊളിയാണ്, സൂപ്പറാണ്. ദിലീപ് ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസം. അതുപോലെ ഒരു ഇരുത്തം വന്ന നടനായി. കാരണം നേരത്തെയൊക്കെ നമ്മൾ വെറും കോമഡി അങ്ങനെ സംഭവിച്ചു, ഇതിപ്പോൾ അങ്ങനെ ഒരു ഇരുത്തം വന്ന നടനായി. ഓരോ ഈ ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ പോലും അവസാനമൊക്കെ ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യും. ചോദിച്ചാൽ അത് നമുക്ക് അവസാനം നമ്മൾ കരഞ്ഞു. സാധാരണ ദിലീപിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും കരയാത്തതാണ്, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് അല്ല, നമുക്ക് പറയാന്ന് വെച്ചാൽ ഈ മെയിനായിട്ട് നമ്മൾ ആരെ അടച്ചു പറയണമല്ല, ഈ തട്ടുകട അത് പറയണുണ്ട്, അത് എടുത്ത് പറയണുണ്ട്. പക്ഷേ അത് നമ്മൾ നോക്കി ചെയ്യണം. പക്ഷെ അത് ഇങ്ങനെയും വരാം. നമുക്ക് എല്ലാ തട്ടുകളെയും ഇങ്ങനെ അടച്ച് ഒരാൾ ഈ നമ്മൾ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ പോലെ ചെയ്യുന്നത് അതൊരു ദുരുപയോഗം ചെയ്യണമുണ്ട്. പക്ഷെ അതിനെതിരെ കറക്റ്റായിട്ട് അവസാനം ആ ഒരു ഉർവശിയുടെ ഒരു ക്യാരക്ടറുണ്ട്, വന്ന് പറയുന്നത് പക്ക. അതൊന്നും നല്ല മെസ്സേജാണത്. അല്ല, ചില സംഭവങ്ങൾ, അതായത് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ അടച്ച് പറഞ്ഞിട്ട് പിന്നെ അതിനെതിരെ നമുക്ക് തിരിച്ചെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. പക്ഷെ അതിനെതിരെ അത് ഭയങ്കര ഒരു ക്ലോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് നല്ല ഇത് തന്നെയാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്നും പറയാം, ഉണ്ടെന്നും പറയാം, അങ്ങനെ വരുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല. അത് എന്നാലും ഉണ്ട്. കാരണം വെച്ചാൽ അത് ചിലർ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്. കൊള്ളാം, നല്ല സിനിമയാണ്.
കോമഡി കുഴപ്പമില്ല. കുഴപ്പമില്ല. ഉണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. തമാശയുള്ള സിനിമയാണ്. നല്ലതായിരുന്നു. നല്ല തമാശയുള്ള സിനിമയായിരുന്നു. കുറേ നാളിന് ശേഷം തമാശയുള്ളൊരു ഫിലിം കണ്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടു. മെസ്സേജുണ്ട്. നല്ല മെസ്സേജുണ്ട്. സോഷ്യൽ മീഡിയയുടെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ നല്ല മെസ്സേജാണ്. റിയൽ ലൈഫിൽ അങ്ങനെ ഇതുവരെ ഒന്നും അങ്ങനെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ ഇത് സത്യമാണ്. സോഷ്യൽ മീഡിയ ഭയങ്കര ഇതാണ്, ഭയങ്കര പ്രശ്നമാണ്. ഉണ്ട്. കണ്ണ് നിറയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്. എല്ലാം നല്ലതായിരുന്നു.